2026 CM കിഡ്സ് സ്കോളർഷിപ്പ് അഥവാ LSS USS റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, അതുപോലെ സ്കോളർഷിപ്പിൻ്റെ തുക എത്രയാണ്, അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞാൽ റീവാലുവേഷൻ ഉണ്ടോ, മൂല്യനിർണ്ണയം കഴിഞ്ഞോ തുടങ്ങി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. 4ാം ക്ലാസ്സിലെ CM കിഡ്സ് സ്കോളർഷിപ്പ് അഥവാ LSS ജയിച്ചാൽ അടുത്ത 3 വർഷത്തേക്ക്, അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഓരോ വർഷവും 1000 രൂപ വീതമാണ് അക്കൗണ്ടിൽ എത്തുക. USS ജയിക്കുന്നവർക്ക് അടുത്ത 3 വർഷത്തേക്ക്, അതായത് 8, 9, 10 ക്ലാസ്സുകളിൽ ഓരോ വർഷവും 1500 രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അതുപോലെ തന്നെ CM കിഡ്സ് സ്കോളർഷിപ്പിൻ്റെ മൂല്യനിർണ്ണയം അഥവാ വാല്യുവേഷൻ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മാർച്ച് പകുതിയോടെ തന്നെ അധ്യാപകർ നിങ്ങളുടെ പേപ്പറുകൾ നോക്കി മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനഘട്ട പരിശോധനകളും കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്ന ജോലികളുമാണ് നടക്കുന്നത്. പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ലെങ്കിൽ USS വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. എന്നാൽ LSSന് റീവാലുവേഷൻ ഇല്ല. ഇനി റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ bpekerala.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയും നൽകിയാൽ മതി. സ്കൂൾ വൈസ് റിസൾട്ടും നിങ്ങൾക്ക് അതിൽ നോക്കാൻ സാധിക്കും. അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, 2025 LSSൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് കുറച്ച് വൈകിട്ടായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. മെയ് 14 LSSൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അതിന് മുമ്പത്തെ വർഷം ഏപ്രിൽ 27 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഔദ്യോഗിക തീയതിയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ആദ്യവാരം റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏപ്രിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏപ്രിൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് ഉണ്ടാകും. കൃത്യമായ തീയതി അറിഞ്ഞാലുടൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്.